നമുക്കിവിടെ കൺസൾട്ടേഷന് വേണ്ടി ആളുകൾ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കേസുകളിൽപ്പെട്ട ഒരു കേസാണ് കടങ്ങളുമായി ബന്ധപ്പെട്ട കേസ്. കടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കും വീട്ടാൻ കഴിയാത്ത അത്രമേൽ ഭീമമായ ലക്ഷങ്ങൾ കോടികൾ കടങ്ങളുള്ളവരും. പലരും പറയുന്നത് കടങ്ങൾ കാരണമായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുക്കേണ്ട ഡേറ്റ് എത്തിയിട്ട് ചോദിച്ച് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി എന്തു ചെയ്യണമെന്നറിയുന്നില്ല, ഞങ്ങളൊക്കെ ആത്മഹത്യയുടെ വക്കീലാണ് ഉസ്താദെ, വളരെയധികം പ്രയാസത്തോടുകൂടെ കരഞ്ഞു പറയുന്ന എത്രയോ ആളുകളുണ്ട്. കടങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വഴി കാണിച്ചു തരാതെ അതിന് മറ്റൊരു മാർഗമില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരം നിർദ്ദേശിച്ച 5 വഴികളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദിക്റുകളും ദുആകളും നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ അറിയാത്ത രൂപത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ്. കാരണം മുത്തുനബി തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് സ്വഹാബാക്കൾ അത് ചെയ്തിട്ട് ആ സ്വഹാബാക്കളുടെ കടം വീടി എന്ന് ഉറപ്പുള്ള വളരെ ഫലം ചെയ്യുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള അമലുകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മളത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അത് അക്ഷരത്തെറ്റ് കൂടാതെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അനുഭവങ്ങൾ ധാരാളമുള്ള, റിസൾട്ട് കിട്ടും എന്നുറപ്പുള്ള, റിസൾട്ട് കിട്ടിയ അമലുകളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായിട്ടും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീടാനുള്ള വഴികൾ അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളും ഉണ്ട് എന്നല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഓരോ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ട് 1-2 തവണ ഒരു 10-20 തവണ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, ബിസി കാണിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലാണ് കിട്ടുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഞായറാഴ്ച ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ സാധിക്കുക. ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത ആളുകൾക്ക് വരെ ബുക്ക് ചെയ്യാതെ വരുന്ന ആളുകളെ കൊണ്ട് നമുക്ക് നോക്കാൻ കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഉപാധികൾ വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സമയം പാലിച്ച് വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ്സുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകളിലേക്ക് നമ്മെ അടുപ്പിച്ചേരട്ടെ. കടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന, ഇതൊക്കെ ഞാൻ നമ്മളെ അമലുകളൊക്കെ പറയുന്നതിന് മുമ്പ് ഇത്തരം ചില ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടെ ചെയ്യണം. അപ്പൊ നമ്മൾ ആ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് തുടക്കത്തിലൊക്കെ പറയുന്നത്. അത് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് അമലുകൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ആ അമല് മാത്രം ചെയ്യുമ്പോൾ അത്രമേൽ വിശ്വാസം അതിനോട് വരൂല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നതിന്റെ ശേഷം നമ്മൾ അമലുകൾ പറയുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാണെങ്കിലും നമുക്ക് കടം വീട്ടാനുള്ള ഒരു മാർഗം കാണാതെ കടം വാങ്ങിക്കാൻ പാടില്ല. ഒരാളുടെ ഹക്ക് നമ്മുടെ കയ്യിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല, അത് അയാൾക്ക് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ കടം വാങ്ങിക്കുന്നത് വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കപ്പെടേണ്ട കാര്യമായതുകൊണ്ട് ഗൗരവത്തോടുകൂടെ 100 വട്ടം ആലോചിച്ചതിന്റെ ശേഷം മാത്രം, ആവശ്യമെങ്കിൽ വീട്ടാൻ സാധിക്കുമെങ്കിൽ മാത്രമേ കടം ഒരാളുടെ പക്കലിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കടം വാങ്ങിച്ച് എത്രയോ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് പ്രയാസപ്പെടുന്നവര്, ഗോൾഡും മറ്റുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ പേരില് നാളെ തരാ, അടുത്ത മാസം തരാന്നൊക്കെ പറഞ്ഞ് പണയത്തിന് വേണ്ടി, ഗോൾഡ് പണയം വെക്കാൻ വേണ്ടി വായ്പ ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് അത് 7, 8, 15 വർഷമായിട്ട് തിരിച്ചു കൊടുക്കാതെ ചതിച്ചും വഞ്ചിച്ചു നടക്കുന്നവരുണ്ട്. അത്തരം ആളുകളുടെ കയ്യിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്പത്ത് പെട്ടതിന്റെ പേരിൽ ജീവിതം
ജീവിതം ദുരിതത്തിലായ എത്രയോ ആളുകളുണ്ട്. ഇവരൊക്കെ നമ്മുടെ അകന്നവരോ അറിയാത്തവരോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്നവർ, നമ്മുടെ ബന്ധങ്ങളിലുള്ളവർ, നമ്മുടെ കൂട്ടുകാരിലുള്ളവർ. എത്ര ബന്ധങ്ങൾ അങ്ങനെ തകർന്നു പോയിട്ടുണ്ടെന്നറിയോ? നമ്മളൊക്കെ ഒരു ദിവസം തന്നെ എത്രയോ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യണം. അവരുടെ മനസ്സ് ഇതിലേക്ക് ഇത് കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ ബാധ്യതയാണ്. അത് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന ചിന്ത അവരിലേക്ക് തോന്നിയിട്ട് ആ ക്യാഷ് തിരിച്ചിവർക്ക് കൊടുക്കാനുള്ള അമലുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ പല ആളുകളും അവരവരുടെ ബാധ്യതകൾ മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടത് പറയുമ്പോൾ എത്ര നല്ല ബന്ധങ്ങളിൽ ഉണ്ടായിരുന്നവരാണെന്നറിയണോ? തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കാതെ, ഫോൺ എടുക്കാതെ, മെസ്സേജ് റീഡ് ചെയ്തിട്ട് റീപ്ലൈ കൊടുക്കാതെ പറ്റിച്ച് നടക്കുന്നവര്, ബന്ധങ്ങളിലുള്ളവര്, അങ്ങനെയുള്ള പല ആളുകളുണ്ട്. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ മറ്റുള്ളവരുടെ കൈകളിൽ ക്യാഷ് അകപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടാനും ഈ അമല് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് പറഞ്ഞ പോയിന്റ്, നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒരു കടബാധ്യതയുള്ള ഒരാളുടെ മയ്യത്ത് മുന്നിൽ കണ്ടാൽ, മയ്യത്ത് അവർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ മഹാന്മാരൊക്കെ അതിനോട് പെരുമാറിയിരുന്നത് എന്ന് തന്നെ ആലോചിച്ചു നോക്കിയാൽ മതി. പല ആളുകളും മയ്യത്ത് കടബാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് പോലും മാറി നിന്നിരുന്നു. അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് മരിക്കുന്ന സമയം ബാധ്യത ഒരാളുടെ മേലിലുണ്ടായിരിക്കുക എന്നുള്ളത്. ഇതൊന്നും ആരും മനസ്സിലാക്കാതെ പോയി. അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. കടബാധ്യത ഒരാളുടെ മുമ്പിൽ 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ ബാധ്യത പൂർത്തിയാക്കി വീട്ടിയിരിക്കണം. എന്നാലേ അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അവന് അല്ലാഹുവിന്റെ ലിഖാഉം അവന് ആ പരലോക വിജയമൊക്കെ ലഭിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയല്ല. കടബാധ്യത അത് എത്ര വലിയ കടമാണെങ്കിലും, അത് ലക്ഷങ്ങൾ ബാധ്യതയുണ്ടെങ്കിലും, അതെങ്ങനെയുള്ള കടമാണെങ്കിലും അത് വീടാൻ എന്താണ് മാർഗമുള്ളത്? നമുക്കൊരാൾ ഒരു 15 ലക്ഷം തരാന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുപോയി. അയാൾ ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഉണ്ട്. അയാളത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളോട് ഇടപെട്ട് നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അയാള് തരാം എന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്നു. അയാൾ തരുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും തരുന്നില്ല. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ എന്താ? ഇവിടെ ഒരു ഓപ്ഷന് കേസുമായി മുന്നോട്ട് പോവുക. അതിന്റെ മുമ്പ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഇടപെടേണ്ടവരോട്, അവരോട് സംസാരിക്കാൻ, അവരോട് പറ്റുന്ന ആളുകളൊക്കെ കൂട്ടി സംസാരിച്ചു നോക്കും. അവരോടും തരാന്ന് പറയുന്നു, തരുന്നില്ല. എങ്ങനെ വാങ്ങിക്കാം? വേറെ മാർഗമില്ലല്ലോ. അയാള് വീടിന്റെ മതിലിൽ പോയിട്ട് തുറന്നു നോക്കിയാൽ നമുക്ക് കിട്ടുമോ? എന്താണ് അതിന് ഓപ്ഷൻ? എന്താ? ഇങ്ങനെ നോക്കി ഒരുപാട് അവരോട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നോക്കും, കേസുമായി ബന്ധപ്പെട്ടിട്ട്. അതൊരു ചീറ്റിംഗ് കേസോ മറ്റൊക്കെ ആയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യും. പിന്നെ അതിന്റെ രൂപത്തിൽ പോകും. നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടുന്നില്ല. ക്യാഷ് തിരിച്ചു കിട്ടാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അയാളെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരിക്കുക, ഇതെന്റെ മുതലല്ല, ഇത് ഞാൻ ആ ആളിന്റെ അടുക്കലിൽ നിന്ന് ഇന്നാലിന്ന ദിവസം ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെന്ന് വാങ്ങിച്ച ബാധ്യതയാണ്. അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് നിമിഷവും നാം ഈ ലോകത്തോട് വിട പറയും. ആ സമയത്ത് എന്റെ പരലോകം അത് വളരെ മോശമായിരിക്കും എന്ന ചിന്ത വന്നിട്ട് ഘട്ടം ഘട്ടമായിട്ടെങ്കിലും അവന് കൊടുക്കാൻ തോന്നുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ തോന്നിപ്പിക്കാനുള്ള അമലുകളാണ് നമ്മൾ പറയുന്നത്. ഇതല്ലാത്ത കടങ്ങളും ഉണ്ടാകും. നമുക്ക് വീടുണ്ടാക്കിയതിന്റെ പേരില്, പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞതിന്റെ പേരില്, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിസക്ക് കൊടുത്ത് ബിസിനസ്സിൽ ക്യാഷ് ഇറക്കിയിട്ട് പാർട്ട്ണറാകാൻ കരുതിയിട്ട് പാർട്ട്ണർഷിപ്പായിട്ട് പല ബിസിനസ് സംരംഭങ്ങളിലേക്ക് നമ്മൾ ക്യാഷ് ഇറക്കിയിട്ട് അതിന്റെ പ്രോഫിറ്റ് പോലും കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, വിസക്ക് കൊടുത്തവര്, ഓൺലൈൻ ട്രേഡുകളിലും മറ്റുമൊക്കെ അകപ്പെട്ട് ചതികളിൽപ്പെട്ട് കോടികൾ നഷ്ടപ്പെട്ടവരുണ്ട്. കാസർഗോഡ് നിന്നൊരു കുടുംബം അവരെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, കോടികളാണ് എന്റെ ബാധ്യത, എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഞാൻ 80 ലക്ഷവും 90 ലക്ഷമൊക്കെ കിട്ടിയത് കണ്ടപ്പോ എനിക്കത് കിട്ടും എന്ന് പ്രതീക്ഷയോടുകൂടെ ഞാൻ കിട്ടിയത് മുഴുവൻ അതിലിട്ടു. പിന്നെയാണ് ചതി മനസ്സിലാക്കിയത്. ഇപ്പൊ കോടികളുടെ ബാധ്യതയാണ്. വേറെ മാർഗമില്ല ഉസ്താദേ, ഞാൻ പുറത്തിറങ്ങാറില്ല, ഞാൻ 1.5 വർഷമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അയാളുടെ ആ നഗ്ന സത്യമാണ് പറയുന്നത്. ഇങ്ങനെ കോടികൾ
കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി അള്ളാഹു കാണിച്ചു തരാനുള്ള നല്ല മാർഗങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ കടബാധ്യതയുടെ പേരിൽ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാത്തതിന്റെ പേരിൽ എത്ര ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെന്ന് അറിയണം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നൂറേ മദീനയിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, നമുക്ക് ഒരു ബാധ്യതയും ഈ ഒരു കറന്റ്ലി നമുക്കൊരു ബാധ്യതയും ഉണ്ടായിരിക്കരുത്. നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മളൊരാൾക്കും കൊടുക്കാനുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കരുത്. അതൊരു കാരണവശാലും ഉണ്ടായിരിക്കരുത്. അതുകൊണ്ട് തന്നെ കടങ്ങൾ, നമുക്ക് വരുന്ന കടങ്ങളൊക്കെ വീടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോടൊരു വഴി കാണിച്ചു തരാൻ വേണ്ടി ദുആ ചെയ്യുക. ഏതു സമയത്തും നമ്മുടെ മജ്ലിസിലൊക്കെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ നിയത്താക്കിയിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അങ്ങ് തെക്ക് ഭാഗത്ത്. അവർക്ക് കട ഒരിക്കലും വീടൂലാന്ന് പ്രതീക്ഷിച്ചിരുന്ന, കാരണം ആരുമില്ല, അവർക്ക് ആശ്രയിക്കാൻ ഒരാളുമില്ല, കുടുംബങ്ങളൊന്നുമില്ല. അവർ തന്നെ സ്വന്തം മറ്റുള്ള വീടുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരാ. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന സമയത്ത് നിയ്യത്താക്കിയിട്ട് ചൊല്ലി 12,000 ബിസ്മിയുടെ അമലുകളൊക്കെ ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവരുടെ കടം ഒരാൾ വീട്ടി കൊടുക്കാമെന്ന് ഒരു ദിവസം പറയുകയും ബാങ്കിലുണ്ടായിരിക്കുന്ന ആ ലോണ് ആ കുടിശ്ശിക ഉൾപ്പെടെ എല്ലാം കൃത്യമായി വീട്ടുകയും അവരുടെ ആ ഒരു ആധാരം വീട്ടിൽ നിന്ന് എടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ട് അവർ ആ സന്തോഷ വാർത്ത നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള അമലുകൾ നാം ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ദുആകളും ദിക്റുകളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അതിന്റെ തൊട്ടു മുമ്പ് കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു അമലാണ് എല്ലാ വെള്ളിയാഴ്ചയും അസ്റിന് മുമ്പായിട്ട്, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എല്ലാ വെള്ളിയാഴ്ചയും അസ്റിന് മുമ്പായിട്ട് നിങ്ങൾക്കൊക്കെ എത്ര കടങ്ങളുണ്ട് നിങ്ങളൊന്ന് എഴുതി അറിയിക്കുക. എത്ര കടങ്ങളുണ്ട്, നിങ്ങൾക്ക് വീട്ടാൻ പറ്റുന്നുണ്ടോ, അത് എത്രത്തോളം വീട്ടാൻ സാധിക്കുന്നുണ്ട്? ഇൻഷാ അല്ലാഹ് വീട്ടാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു അതിനൊരു വഴി കാണിച്ചു തരും. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ? തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി കാണിച്ചു തരും. വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യൂ. ഞാൻ ഈ പറയുന്ന ദിക്റുകളും ദുആകളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയാതായിട്ടുണ്ടോ? എന്നാലൊക്കെ വളരെയധികം ഗൗരവത്തോടു കൂടി പേടിക്കണം. ഒരു കാരണവശാലും അത് ഉണ്ടാവരുത്. അതിന്റെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ പറയണം, ഇന്ന് വരെയായിട്ട് ലോൺ എടുത്ത് ഒരാൾ രക്ഷപ്പെട്ടത് അപൂർവമായിരിക്കും, അപൂർവങ്ങളിൽ. അതും ആ രക്ഷയൊക്കെ ഒരു താൽക്കാലിക രക്ഷയായിരിക്കും. അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെടൂല. ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെടുത്തെങ്കിലും വായ്പ വാങ്ങിച്ചിട്ട് പരമാവധി കൊടുക്കുക എന്നല്ലാതെ പലിശയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ ഒരാളും രക്ഷപ്പെട്ട ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെട്ടത് ശക്തമായ പാപമാണ്, അത് വലിയ പാപമാണ്. അത് ഒരിക്കലും അതുമായി ബന്ധപ്പെടുന്നത് ഇടപെടുന്നതെല്ലാം വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിതത്തിൽ പച്ച പിടിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ഒരു വീടുണ്ടാക്കിയാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ 2000-4000 സ്ക്വയർ ഫീറ്റിന് പലിശക്ക് പണം എടുത്തിട്ട് അങ്ങനെ വീടുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിറ്റ അവസാനം വാടക വീട്ടില് റെന്റിന് വേണ്ടിയിട്ട് തെരുവോരങ്ങളിലൊക്കെ ഉറങ്ങുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. അങ്ങനെ വലിയ വീടുകളൊക്കെ വെച്ച് വീട്ടാൻ കഴിയാതെ അത് നഷ്ടത്തിന് വിൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു കാരണവശാലും പലിശയുമായിട്ട് ബന്ധപ്പെടരുത്. ശക്തമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിമർശിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ വെള്ളിയാഴ്ചയും അസ്റിന് മുമ്പായിട്ട് 70 തവണ ഈ പറയുന്ന ദുആ ചൊല്ലാൻ ആരാണോ തയ്യാറുള്ളത്, തീർച്ചയാണ് കടങ്ങൾ വീടാനുള്ള ഒരു വഴി അള്ളാഹു അതിവിദൂരമല്ലാത്ത സമയത്ത് ഭാവിയിൽ നമുക്ക് തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളിപ്പോ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഒരു ദുആ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഇത് മഹാന്മാരൊക്കെ ചൊല്ലാൻ വേണ്ടി പറയാറുള്ളതാണ്. അഹ്മദ് തുർമുദി ദൈലമിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്ന ഒരു ദുആ കൂടെയാണ് ഈ ദുആ. എങ്ങനെയാണ് ഇത് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിഫദ്ലിക അമ്മൻ സിവാക. അങ്ങനെയാണ് കേട്ടോ.
രണ്ട് രൂപത്തിൽ ഇത് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അങ്ങനെയും ഉണ്ട്. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വ ബിഫദ്ലിക അമ്മൻ സിവാക. രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ചൊല്ലാം. ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് 70 തവണ ഇത് അസറിന്റെ മുമ്പായിട്ട് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവനൊരു സ്വയം പര്യാപ്തത വരും. അവന്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നുതരും. നിങ്ങൾ ആരെങ്കിലും ഇത് ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ അറിയിക്കുക, അല്ലെങ്കിൽ ഇന്നു മുതൽ ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക, മറക്കാതെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരിക്കൽ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ഉസ്താദ്, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഉസ്താദ് പെട്ടെന്ന് ആ യാത്രയുടെ ഇടയിൽ വിട്ടുപോയി. അപ്പോൾ വിട്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു, തങ്ങൾ ഇന്ന് എന്നും ഞാൻ പതിവാക്കാറുള്ളതാണ്, ഇന്ന് ഞാനത് ചൊല്ലാൻ വേണ്ടി മറന്നുപോയി, ഇനി എന്താ ചെയ്യാൻ? ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ലല്ലോ, അത് തുടരാം, അത് ആ സമയം കഴിഞ്ഞാലും നമുക്ക് ഓർമ്മയാകുന്ന സമയത്ത് അത് ചൊല്ലാം. അങ്ങനെ പെട്ടെന്ന് മറന്നു പോകണമെങ്കിൽ അത് എന്ത് ചെയ്യുക, വീണ്ടും അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നല്ല ഫലമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പതിവാക്കുന്നത് കാരണമായിട്ട് നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരട്ടെ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ. വളരെ പ്രധാനപ്പെട്ട ദുആ എന്ന് പറഞ്ഞാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടങ്ങളുണ്ടായിരുന്നു, ധാരാളം കടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കടങ്ങളുണ്ടായപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹൽ സമിഅതി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഅൻ, മുത്തുനബി തങ്ങളിൽ നിന്നൊരു ദുആഇനെ കേട്ടിട്ടുണ്ടോ? ആ ദുആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അസ്ഹാബിന് പറഞ്ഞു കൊടുത്ത ദുആയായിരുന്നു. ആ ദുആ മുത്തുനബി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ആ ദുആഇന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണോ? ലൗ കാന അലാ അഹദികും ജബലു ദഹബിൻ, പർവ്വത സമാനമായ കടങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിലും ഫദഅല്ലാഹു ബിദാലിക, ഈ ദുആ കൊണ്ട് ദുആ ചെയ്താൽ ലഖല്ലാഹുല്ലാഹു അൻഹു, അതാരാണോ ചെയ്യുന്നത് അവരെ തൊട്ട് അല്ലാഹു കടങ്ങൾ വീട്ടി കൊടുക്കും. അങ്ങനെയുള്ളൊരു ദുആ ആണ്. ആ ദുആ മുത്തുനബി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്. ആ ദുആ ആണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അബൂബക്കറിൻ വകാന അലയ്യ, എൻ്റെ മേലിൽ ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കടങ്ങൾ ഉണ്ടായപ്പോൾ വകുന്തു അദ്ഉ ബിദാലിക, ഞാൻ ആ ദുആ കൊണ്ട് അല്ലാഹുവിനോട് ധാരാളമായിട്ട് ദുആ ചെയ്തു. ഫഖല്ലാഹുല്ലാഹു അന്നി, അങ്ങനെ എന്നെ തൊട്ട് അല്ലാഹു ആ കടങ്ങൾ വീട്ടി തന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്ന ഒരു ദുആ ഉണ്ട്. അത് നമ്മൾ പറയാൻ പോകണം. അതേപോലെ തന്നെ ഈ ദുആഇനെ കുറിച്ച് തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് അസ്മാ റളിയല്ലാഹു അൻഹക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അസ്മാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ എനിക്ക് വല്ലാത്ത ഒരു നാണം, വല്ലാത്തൊരു മടി, ഇങ്ങനെ അസ്മാ റളിയല്ലാഹു അൻഹ കടം കൊടുക്കാനുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവരുടെ മുഖത്തൊക്കെ നോക്കാൻ വല്ലാത്ത നാണമായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കാൻ. അങ്ങനെ ഞാൻ ഈ ദുആ ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൂടുതൽ സമയം നീണ്ടു നിന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആ കടം വീട്ടാനുള്ള വഴികള് തുറന്നു തന്നു. ഫമാ ലബിസ്തു ഇല്ലാ ഖലീല, കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. എനിക്ക് ആ കടങ്ങൾ വീട്ടാനുള്ള നല്ലൊരു വഴി അല്ലാഹു തുറന്നു തന്നു. അങ്ങനെ ഞാൻ ആ കടങ്ങൾ വീട്ടി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു, കടങ്ങൾ വീട്ടി എന്നുള്ള അനുഭവം പറയുന്നു. ഏതാണ് ആ ദുആ എന്നറിയണോ? ആ ദുആ ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണിക്കുന്നത് ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതറീൻ رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ദുആ ആണ് ഇത്. ചെയ്തു നോക്കൂ.
എല്ലാ സമയത്തും പതിവാക്കി നോക്കാം. ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരമൊക്കെ ദുആ ചെയ്തു നോക്കാം. നല്ല ഫലം ഉണ്ടാകും. നമ്മുടെ കടങ്ങള് അല്ലാഹു അറിയാത്ത രൂപത്തിൽ നമുക്ക് വീട്ടിത്തരും. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതറീൻ റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. ഇന്ന് തന്നെ പതിവാക്കി തുടങ്ങിക്കോ. ഇതൊക്കെ പതിവാക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് പതിവാക്കിയാൽ നല്ല ഫലമുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കടം വീടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ട്, സൂറത്ത് ആലി ഇംറാനിലെ ആയത്ത്. ആ ആയത്തും കൂടെ ജസ്റ്റ് കാണിക്കുകയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ ഒരു ആയത്ത് കടം വീടാൻ വളരെയധികം ഫലമുള്ള ആയത്താണ്. ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെ കടം വീടാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് നമ്മൾ കാണിക്കുന്നത്. ഈ ദുആ മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കടങ്ങൾ ഉണ്ടായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹു ആ വിഷയം പറഞ്ഞു. അപ്പോ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മുആദ് അലാ ഉഅല്ലിമുക ദുആഅൻ തദ്ഉ ബിഹി, ഞാനൊരു ദുആഇനെ പഠിപ്പിച്ചു തരാം. ആ ദുആ പതിവാക്കുകയാണെങ്കിൽ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുമെന്ന് മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞു കൊടുത്ത ആ ദുആ ജീവിതത്തിൽ പകർത്തി. ഏതാണ് ആ ദുആ എന്നറിയണോ? ഇതൊക്കെ മുത്തുനബി തങ്ങൾ പറഞ്ഞ പരിഹാരമാണ്. ഇവിടെ ഈ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇരുന്ന് പറഞ്ഞു തരുന്നതൊക്കെ ഈ സ്വന്തമായിട്ടൊന്നും പറഞ്ഞു തരുന്നതല്ല. ഒക്കെ ഇതേപോലെ മഹാന്മാര് പറയുന്നതാണ്. നമ്മളൊക്കെ ഇവിടെ പറയുന്നത് എപ്പോഴും പറയാറുണ്ട്, ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ മുത്തുനബി തങ്ങളുടെ ഇതേപോലെയുള്ള പരിഹാരങ്ങൾ. അതാണ് പറഞ്ഞുതരുന്നത്. നല്ല ഫലം ഉണ്ടാകും. നബി തങ്ങൾ വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഒന്നും പറയൂല. അപ്പൊ അള്ളാഹു പറയുന്നത് പോലെയാണ്, അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹു അറിയിച്ചു കൊടുത്താണ് അവിടുന്ന് പറയുന്നത്. ഏതാണ് ആ ദുആ എന്നറിയണം? മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ദുആ അത് ഇതാണ്. ആ ദുആ എങ്ങനെയാണ് ദുആക്ക് ചെയ്യുക? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹീമഹുമാ തുഅതിഹുമാ മൻ തശാ വതംനഉ മിൻഹുമാ മൻ തശാ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. ഇതാണ് മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത വിശിഷ്ടമായ ദുആ. ഈ ദുആ പതിവാക്കുക. കടങ്ങൾ വീടാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ നമ്മൾ ഈ പതിവാക്കുന്ന ഈ ദിക്റുകൾ കാരണമായിട്ട് അല്ലാഹു എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ. അതേപോലെ വളരെ സവിശേഷമായ ഒരു ദുആ ആണ് നമ്മൾ വിർദുൽ ലത്തീഫിലൊക്കെ ചെല്ലുന്ന ദുആ. ഇത് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എനിക്ക് ധാരാളം കടങ്ങളുണ്ട് ഹബീബായ തങ്ങളെ, എനിക്ക് ടെൻഷനാണ്, സമാധാനമില്ല, ഭയങ്കര ടെൻഷനോണ്ട് ഒന്നിനും കഴിയുന്നില്ല. ഈ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്തൊക്കെ ജാലിസം ഫിൽ മസ്ജിദ് ഫി ഗൈരി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കണം. അപ്പൊ നബിതങ്ങൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. നോക്കൂ, ആ തങ്ങള് റഹ്മത്താണ്.
ആ തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ ഇത്തരം ദുആകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കുമ്പോൾ നമുക്കും പരിഹാരമായി കിട്ടും. അങ്ങനെ സാന്ത്വനപ്പെടുത്തി ആ അബൂ ഉമാമയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഫലാ ഉഅല്ലിമുക കലാമൻ, ഞാന് ചില കലാമുകൾ പഠിപ്പിച്ചു തരാം. ഇദാ ഖുൽതഹു, അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ഹബല്ലാഹു ഹമ്മക വഖളാ ദൈനക, അത് നിന്റെ ടെൻഷൻ നീക്കിത്തരും, കടങ്ങൾ വീട്ടിത്തരും. അപ്പോ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സമ്മതം മൂളി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ഒരു ദുആഇനെ പതിവാക്കിയാൽ മതി. അങ്ങനെ ആ ദുആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് ആ ദുആ എന്ന് അറിയണോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ كسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഈ ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാലേ കടങ്ങൾ വീട്ടാനുള്ള വഴി അല്ലാഹു എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് തുറന്നു തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കടങ്ങൾ വീടാനുള്ള മറ്റൊരു ദുആയും കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതും കടങ്ങൾ വീടാനുള്ള ദുആ ആണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് കാണാം. മുസ്ലിമിലെ ആ ഹദീസ് കാണാം. ആ ഹദീസിലുള്ള ആ ദുആ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ആ ദുആ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്കത് പതിവാക്കാവുന്നതാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വ റബ്ബൽ അർള്. ഇതിൽ ചില പദങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോ നമ്മൾ പറയുന്ന പദങ്ങൾ നോക്കിയിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വ റബ്ബൽ അർള് വ റബ്ബൽ അർശിൽ അളീം റബ്ബനാ വ റബ്ബ കുല്ലി ശൈഇ മുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ فالق الحب والنوى أعوذ بك من شر كل شيء أنت آخذ بناصيتي أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عني الدين وأغنني من الفقر. വളരെ സവിശേഷമായ ദുആയാണ്. ഒന്നും കൂടെ നമ്മൾ ഹദീസിലുള്ള പദം അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വ റബ്ബൽ അർശിൽ അളീം റബ്ബനാ വ റബ്ബ കുല്ലി ശൈഇ മുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ ഫാലിഖൽ ഹബ്ബി വൻ നവാ അഊദു ബിക മിൻ ശർരി കുല്ലി ശൈഇൻ അൻത ആഖിദുൻ ബിനാസിയതി അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈഇ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈഇ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ശൈഇ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഇ ഇഖ്ലി അന്നി ദൈന വഅഗ്നിനി മിനൽ ഫഖർ. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് പ്രത്യേകം എടുത്ത് അത് ക്രോപ്പ് ചെയ്ത് വെച്ച് നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അത് സെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യാർത്ഥം എപ്പോഴും എടുത്തത് ചൊല്ലാവുന്നതാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റില് ഇതിന്റെ എല്ലാം കൃത്യമായ ഈ ദിക്റുകളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സേവ് ചെയ്ത് ക്ലാരിറ്റി ഉള്ള ക്ലിയർ ഉള്ള ഇതിന്റെ ദുആകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വീട്ടി തരട്ടെ. ഒരു നെഗറ്റീവ് ചിന്തയും ഇല്ലാതെ അള്ളാഹു എന്റെ കടങ്ങൾ വീട്ടിത്തരും എന്ന ശുഭാപ്തിയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചൊല്ലി നോക്കൂ. കടങ്ങൾ വീടാനുള്ള മറ്റൊരു മാർഗമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പലരും പലപ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും. 1001 ഫാത്തിഹ ഓതുക.
313 ആയത്തുൽ കുർസി ഓതാം. ഇതിങ്ങനെ പതിവാക്കി വന്നാലേ 1001 ഇഖ്ലാസ് സൂറത്തും. അതൊക്കെ ഇങ്ങനെ നമ്മൾ സാധാരണ ചൊല്ലുന്നതാണെങ്കിൽ മലയോളം കടങ്ങളുണ്ടെങ്കിലും അത് വീടാനുള്ള കാരണമാകും. ഇൻഷാ അല്ലാഹ് ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകളുണ്ട്. അവരോടൊക്കെ നമ്മൾ ഒരുപാട് അമലുകൾ, വ്യത്യസ്തങ്ങളായ അമലുകളെ പറഞ്ഞു കൊടുക്കുക. നേരിട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് അവർ മുമ്പിലിരിക്കുകയാണ്. ആയിരിക്കുന്ന സമയത്ത് അവരുടെ സാഹചര്യങ്ങളും അവരുടെ അവസ്ഥകളും അവരുടെ പ്രത്യേകമായ കടത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെയൊക്കെ തോതനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അമലാണ്. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന അമലാണ്. ഈ അമലുകളൊക്കെ ജീവിതത്തിൽ പകർത്തി നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പും വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിനോട് ചോദിക്കുക. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓരോ കാര്യങ്ങളിലും സിർറുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. റബ്ബിനോട് രാത്രിയുടെ യാമങ്ങളിൽ ആ മരം കൊച്ചുന്ന തണുപ്പിൽ പോലും ഒരു മുസല്ല ഖിബിലയിലേക്ക് വലിച്ചിട്ട് നിന്റെ റബ്ബിന്റെ മുമ്പിൽ നീ പൊഴിക്കുന്ന കണ്ണുനീർത്തുള്ളികൾ വെറുതെയാകില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന സമയമാണ് ആ സമയം. മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം, മൃഗങ്ങളെല്ലാം പക്ഷികളെല്ലാം കൂടണയുന്ന സമയം, ഒരു നിശബ്ദമായ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ ആ സമയത്ത് നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ട്. നിന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്റെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നോക്കൂ. അല്ലാഹു നിനക്ക് മുമ്പിലും ഒരു വലിയ അത്ഭുതങ്ങളുടെ കവാടങ്ങൾ തുറന്നു തരാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു മിറാക്കിൾ, അങ്ങനെ ഒരു അത്ഭുതം ഈ അമലുകളൊക്കെ ചെയ്യുന്നവരിൽ സംഭവിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ഞായറാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.